ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഡോട്ട് ആൻഡ് കീഡ് ഈ ഒരു ടിൻഡർ സൺസ്ക്രീനില്ലേ ഇതിന്റെ റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ സ്കിന്നിന് ഇത് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അല്ല. കാര്യം എന്റെ സ്കിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ആണ്, ആക്നെ പ്രോൺ സ്കിൻ ആണ്. ഞാൻ കൂടുതലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്റെ സ്കിന്നിൽ അത്ര സ്യൂട്ടബിൾ അല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആക്നേസ്, അതായത് ചെറിയ തരി പോലെ എന്റെ സ്കിന്നിൽ വരാറുണ്ട്. അപ്പൊ അത് ആ ഒരു ഹിന്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ച സമയത്ത് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡോട്ട് ആൻഡ് കീഡ് തന്നെ ഫേസ് വാഷ്, വേറൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ക്ലേയുടെ ഫേസ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു ഫേസ് സിറം ഉണ്ട്. ഇപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് ഇതിൽ ഏതാണ് നമുക്ക് വർക്ക് ആവാത്തതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു. ഫസ്റ്റ് ഞാൻ ഫേസ് സിറം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കി. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നില്ല. അപ്പൊ പിന്നെ ഞാൻ സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തത് ഈ സൺസ്ക്രീൻ ആണ്. ഇത് യൂസ് ചെയ്തൊരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു ചേഞ്ച് വന്നു, അതായത് ആക്നൈസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലേ. പിന്നെ ഇതൊരു സൺസ്ക്രീൻ പോയിന്റിൽ യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഈ പ്രോഡക്റ്റ് ഏകദേശം 549 രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് 50 ml ആണ്, ഇത്രയും ചെറിയൊരു ബോട്ടിലാണ്. അപ്പൊ നമുക്കൊരു സൺസ്ക്രീൻ എന്ന രീതിയിലാകുമ്പോഴത്തേനും കുറച്ചേറെ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് ഉണ്ടാകും. ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഒരാഴ്ച പോലും യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് അത്രയും ലാവശ്യമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. കുറച്ച് എക്സ്പെൻസീവ് ആണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് നമ്പർ 3 സാൻഡ് ആയിരുന്നേ. ഈ പറഞ്ഞ പോലെ SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. പ്രൈസ് വൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് സ്യൂട്ടബിൾ ആവാത്തൊരു പ്രോഡക്റ്റ് കൂടിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ചിലർക്ക് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓയിലി സ്കിൻ ആണെങ്കിൽ ആക്നെ പ്രോൺ ആണെങ്കിൽ ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെന്റ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇതിൽ നല്ല ഡിഫറൻസ് വരുവേ. അപ്പം എനിക്ക് യൂസ്ഫുൾ ആയില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് വാങ്ങുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ട്യൂബ് ലൈറ്റ് ചെറുതായിട്ടൊന്ന് മിന്നി മറിയുന്നുണ്ട് കേട്ടോ, അതാണ് ലൈറ്റിന് അങ്ങനെ ഒരു ഇഷ്യൂ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്